ഈ സദസ്സിന് മുമ്പ് നിൽക്കുമ്പോൾ നമ്മുടെ കരക്കാരുടെ ഒത്തൊരുമയിൽ ഞാൻ അഭിമാനിക്കുന്നു. കാരണം നമ്മുടെ ചെറുപ്പക്കാരുടെ ഒരു വലിയ നിര തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ആ ഒത്തൊരുമയാണ് നമ്മുടെ കരുത്ത്. തുഴച്ചിൽക്കാരുടെ ആത്മവിശ്വാസവും ആരോഗ്യവും മാനസിക വികാസവും സാധ്യമാക്കുന്ന ക്യാമ്പ് മുൻ വർഷത്തെക്കാളും സജീവമായി 45 ദിവസം നടത്താനുള്ള പ്രാരംഭ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഞാൻ നീട്ടുന്നില്ല. ഇതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിനായി മുൻ വർഷങ്ങളിലെ ക്യാപ്റ്റൻ കവലക്കൽ കുര്യച്ചനെ ക്ഷണിച്ചുകൊള്ളു. പ്രിയപ്പെട്ടവരെ, ഒരു ജലോത്സവത്തിനുള്ള തയ്യാറെടുപ്പ് നമ്മളും തുടങ്ങുകയാണ്. ഓളപ്പരപ്പുകളിൽ നമ്മൾ തീർത്ത വിജയത്തിൻ്റെ വിസ്മയ കുതിപ്പുകളെ നമുക്ക് മറക്കാം. കാരണം ഓരോ മത്സരവും ഓരോ വിജയവും പുതിയതാണ്. ഈ വർഷവും കന്നിട്ടയിൽ ചുണ്ടൻ വിജയത്തിലേക്ക് കുതിച്ചു കയറുമ്പോൾ അമരക്കാരനായി ഈ ഞാനുണ്ടാവും. കുര്യച്ചോ, ഇത്തവണയും കുര്യച്ചൻ തന്നെയാണ് ക്യാപ്റ്റൻ എന്ന് കുര്യച്ചൻ തന്നെ അങ്ങ് തീരുമാനിച്ചാ മതിയോ? കപ്പ്യാരി പള്ളിയെ മണിയടിച്ചാ മതി, കുര്യച്ചനെ മണിയടിക്കണ്ട. എല്ലാവരും നിശബ്ദരായിരിക്കണം. മുൻ വർഷങ്ങളിൽ എന്നെ ഏകകണ്ഠമായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൽ പറഞ്ഞാണ്. ഖേദപൂർവ്വം ഞാൻ എൻ്റെ വാക്കുകൾ പിൻവലിക്കുന്നു. ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, സ്വഭാവ ദൂഷ്യത്തിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും പോലീസ് കേസിൽ വരെ പ്രതിയാവുകയും ചെയ്ത കുര്യച്ചൻ ഇത്തവണ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് സ്വയം മാറി നിൽക്കണമെന്നാണ്. അതെ, സെക്രട്ടറി എന്താണെന്നും മിണ്ടാത്തത്? അശോകൻ വക്കീല് പറഞ്ഞതിൻ്റെ യുക്തിയും സത്യവും നമുക്കും അറിയുള്ളതിനാൽ എൻ്റെയും അഭിപ്രായം അത് തന്നെയാണ്. കുര്യച്ചന് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ഇത്തവണ ചക്കാട്ടുനിറയിൽ മണിയനെ ക്യാപ്റ്റൻ ആക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അതെ, ചക്കമണിയൻ ക്യാപ്റ്റൻ ആയാൽ ചക്ക വിജയനും ചക്ക സുഖവും മണിയൻ ആത്മവിശ്വാസം പകരാൻ ഒപ്പം ഉണ്ടാവും. അത് ക്ലബിന് ഗുണകരമാണ്. മണിയനെ അനുകൂലിക്കുന്നവർക്ക് കൈപൊക്കാം. ഭൂരിപക്ഷം മണിയനെ അനുകൂലിക്കുന്നതിനാൽ നമുക്ക് അങ്ങനെ തന്നെ തീരുമാനിക്കാം. മത്സരിക്കാനും വിജയിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. കുനിയാൻ വയ്യ വയറ്. വരവാകുന്നേ അരയണ്ണ പെണ്ണ്, വരവേകുന്നേ കരുമാടിക്കണ്ണ്, ഹൊയ് ഹൊയ് ഹൊയ്യാരെ ഹൊയ്യാ, പിരിയേറ്റുന്നേ ചുടുചോരക്കാര്, അണവൊട്ടുന്നേ പുതുവെള്ളപ്പാട്ട്, അമരത്തെ പടിമീതെ കയറോ കയറ്, അണിയത്തോ മണിമുത്തും നണിയേ, നടുവത്തോ പടവെട്ടി തുഴയോ തുഴയേ, കടവത്തോ കുടമാറ്റുന്നഴക്. തല്ലുണ്ടാക്കത്തില്ല എന്ന് തലയത്തോട് സത്യം ചെയ്യിക്കണം കേട്ടോ. വരവേകുന്നേ കരുമാടിക്കണ്ണ്, ഹൊയ് ഹൊയ് ഹൊയ്യാരെ ഹൊയ്യാ, പിടിയേറ്റുന്നേ ചുടുചോരക്കാര്, അണപൊട്ടുന്നേ പുതുവെള്ളപ്പാട്ട്. കല്ലോലച്ചില്ലും ചിമ്മി തെറ്റാരത്തെയും തിന്നി ചേരി വന്നാട്ടെ, ചേരി വന്നാട്ടെ. വീറുള്ള പയ്യന്മാരെ ചൊവ്വുള്ളതെല്ലാം കൊണ്ട് കണ്ടെടുത്തില്ലേ. അടിയിടി ഉണ്ടാക്കില്ലെന്ന് അവനെ കൊണ്ട് തലയത്തോട് സത്യം ചെയ്യിക്കണം. ഉറപ്പോടെ കുതിച്ചോട് പതക്കം ചെന്നെടുക്ക്, കൈക്കരുത്തിന്റെ തുഴക്കാരെ. സ്നേഹപ്പെണ്ണാളെ കലക്കീട് നിറച്ചോ കുട്ടകത്തിൽ ഇഞ്ചിയിട്ട് നീട്ടിയ മോര്. ഓളത്തിന്മേലുള്ള പൂരം ഒന്നിച്ചു കൊണ്ടാടും നേരം ചീട്ടു
വെട്ടട മാറ്റി വെക്കട ജാതകത്തെ ഹൈ ഹൈ ഹൈലസലേസ വരവാകുന്നേ അരയന്ന പെണ്ണ് വരവേകുന്നേ കരുമാടിക്കണ്ണ് ഹൊയ് ഹൊയ് ഹൊയ്യാരെ ഹൊയ്യാ പിടിയേറ്റുന്നേ ചുടുചോരക്കാര് അണപൊട്ടുന്നേ പുതുവെള്ളപ്പാട്ട് കള്ളിന്ന് പോരാ പോരാ തൊട്ടുള്ളതാരാണാവോ എന്തെടുക്കാനാ ഇനി എന്തെടുക്കാനാ ചെമ്പാവിൻ ചൂടൻ ചോറ് ചെമ്മീനിൻ നീറും ചാറും കൂടെയുണ്ടെന്നേ കരിമീന്റെ മപ്പാസ് രണ്ടടി ചാട് ചൊരുക്കാതെ മുറുക്കാനും നെടുക്ക് ചെന്നിട ചുണ്ടിൽ പൊതിച്ചോറ് കെട്ടിറങ്ങാനോ കുളിച്ചീട് തണുപ്പിൽ കാണു നിക്ക് വേണമെങ്കിലും ഉറങ്ങിട് ഒന്നും കൊട്ടന്റെ ഒപ്പത്തിൽ നീ കൊടുത്ത് ഹൈ ഹൈ ഹൈലസലേസ വരവാകുന്നേ അരയന്ന പെണ്ണ് വരവേകുന്നേ കരുമാടിക്കണ്ണ് ഹൊയ് ഹൊയ് ഹൊയ്യാരെ ഹൊയ്യാ പിടിയേറ്റുന്നേ ചുടുചോരക്കാര് അണപൊട്ടുന്നേ പുതുവെള്ളപ്പാട്ട് അമരത്തെ പടിമീതെ കയറോ കയറ് അണിയത്തോ മണിമുത്തും നണിയേ നടുവത്തോ പടവെട്ടി തുഴയോ തുഴയ് കടവത്തോ കുടമാറ്റും നഴക് എന്താടി മനുഷ്യ തെണ്ണു ഛർദിക്കുന്നു. അത് രാവിലെ തന്നെ കപ്പ കഴിച്ചിട്ട് ഗ്യാസ് കയറിയതായിരിക്കും. കപ്പക്ക് ഇത്രയും ഗ്യാസോ? ആശുപത്രി പോണോടി? വേണ്ട, ആളിപ്പ വരും. ആര്? ആരാടി വരുന്നേ? അത് അതാരാ? നേരെ നിക്കടാ. കൊച്ചിരാണിയെ വിളിക്കേ. എന്നാത്തിനാ വിളിക്കേ? എന്നെ ചക്കട്ടമ്മ എല്ലാരൂടെ എന്നാടാ കാര്യം പറ. അത് നിങ്ങളെ ഞാൻ തല്ലത്തില്ലെന്ന് പണ്ടേ പറയുമായിരുന്നില്ല. കാരണം എന്നായാലും നിങ്ങൾ എന്റെ അമ്മായച്ചനാകുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. അമ്മായിയച്ഛനാ? ആരുടെ അമ്മായിയച്ഛൻ? എന്റെ. ഇറങ്ങി പോടാ. ചക്കട്ടമ്മേ, മോനെ വിളിച്ചോണ്ട് പോ. അപ്പാ, അവരെ എങ്ങനെ ഇറക്കി വിടാൻ പറ്റത്തില്ല. അപ്പനും അമ്മച്ചി എന്നോട് ക്ഷമിക്കണം. ഞാൻ ഛർദിച്ചത് ഗ്യാസ് കയറിയിട്ടല്ല. കൊച്ചുറാണി എന്തായാലും അപ്പനില്ലാത്തൊരു കൊച്ചിനെ പ്രസവിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ പള്ളിയിൽ അച്ഛനോടും ഇടവക്കാരോടും എന്നാ സമാധാനം പറയൂ എന്റെ കർത്താവേ. എന്റെ അച്ചായോ, എത്ര നാളായിട്ട് ഈ വീടും പറമ്പും വിൽക്കാൻ ആളെ നോക്കി നടക്കുന്നു. വല്ലോ നടന്നോ? ഇതും കർത്താവിന്റെ ഒരു തീരുമാനമായിരിക്കും. ഇനി ആ വേലിയും കൂടെ എടുത്ത് മാറ്റി കളഞ്ഞാൽ ഒറ്റ വീടും ഒറ്റ മുറ്റമായിട്ട് നമുക്കിവിടെ ഹാപ്പി ആയിട്ട് കഴിയാം. എന്നാലും എന്റെ ചക്കട്ടമ്മേ, ഈ ജാതി മതമൊന്നും നോക്കാതെ. ശോശാമ്മേ, ഒരേ മുറ്റത്ത് ഒന്നിച്ച് കളച്ചു വളർന്നവരാ ഇവരെ. ഇവനെ നിങ്ങൾക്കും അറിയാം, ഇവളെ എനിക്കും അറിയാം. അതിലും വലുതായിട്ട് ഇനി എന്ത് ജാതി മതവും നോക്കാനാ? എന്നാ മോനെ, ദാണ്ടിത് അവളുടെ കഴുത്തേലോട്ടൊന്ന് കെട്ടിക്കേ. ആ വലതുകാലി വെച്ച് അകത്തോട്ട് കയറിക്കോ. ഇനിയിപ്പോ ഇവനെ അങ്ങോട്ട് വിടണ്ട. അവിടെ ആള് കൂടിയത് കൊണ്ട് കിടക്കാൻ സ്ഥലവും ഇല്ല, മുറിയില്ല. ഇനിയിപ്പോ ഇതെല്ലാം അവന്റെ കൂടെ ആണല്ലോ. ഇപ്പൊ സമയം കളയണ്ട, അകത്തോട്ട് കയറിക്കോളൂ. ചെല്, സ്വന്തം വീട് പോലെ കരുതിക്കോണേ. ആ ശോശാമ്മടുത്തേ, അവന് കരിമീൻ വലിയ ഇഷ്ടമാ. എനിക്കറിയാം, മുളകിട്ട കറിയല്ലേ. അത് തന്നെ. ഉച്ച തിരിഞ്ഞ് രണ്ടിനെയും വിരുന്നിന് അങ്ങോട്ട് വിട്ടേക്കണം. ഞങ്ങള് പോവാ. വാ മദറേ, ആ കാര്യം ഓക്കെ. ടാറ്റാ. ആകെ നാണക്കേടായി. ആ ഗോപന്റെയും ചക്കാട്ടമ്മയുടെയും മുമ്പിൽ നിന്ന് ഞാൻ ഉരുകി. എല്ലാത്തിനും കാരണം നിങ്ങളുടെ കുരുട്ട് ബുദ്ധിയാ. ഞാൻ ഇനി അവരുടെ മുഖത്ത് എങ്ങനെ നോക്കും? നമ്മൾ പ്രേമത്തിലാണ് കല്യാണം കഴിക്കണമെന്നൊക്കെ നിന്റെ അപ്പൻ കപ്പ്യാരോട് പറഞ്ഞ അങ്ങേ രാജത്തെ കുറിച്ചാവും. പിന്നെ നിന്റെ അമ്മച്ചിയുടെ നാക്കേ മൈക്ക് സെറ്റ് വെച്ച് പോലാവും. ഇത് പരിഹരിക്കാൻ ഒറ്റ മാർഗേ ഉള്ളൂ, വ്യാജഗർഭം.
ഇന്ന് നമ്മുടെ ആദ്യ പകല. അതൊക്കെ എവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യണം. എന്ത്? ജലജ ചേച്ചി രമണി ചേച്ചിയൊക്കെ അവരുടെ ഭർത്താക്കന്മാരെ കൊണ്ട് സത്യം ചെയ്യിച്ചു. എന്നത്? എന്റെ തലയെ കൈവച്ച് ഇനി തല്ലുണ്ടാക്കാനും കൊള്ളരുതായ്മകൾ ചെയ്യാനും പോകത്തില്ല എന്ന് സത്യം ചെയ്യും. സത്യം.